തന്നെ മണ്ടനെന്ന് വിളിച്ചതിന് ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ബുദ്ധിമാൻ എന്ന് തന്നെ എത്ര പേര് വിളിക്കുന്നു, എന്നിട്ട് ഞാൻ വിഷമിക്കുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം, തന്നേക്കാൾ മണ്ടന്മാരുണ്ടെന്ന് ഞാൻ തെളിയിക്കാം. അപ്പോൾ തനിക്കൊരു ആശ്വാസം കിട്ടും. വാ. ചേട്ടാ, ഈ കുളം ആരുടെയാ? എൻ്റെ. ഹി ഹി. ഈ കുളം എനിക്ക് തരാമോ? പകരം കുളത്തിലെ വെള്ളം കോരാൻ ഞാൻ ഷേരുവിനെ തരാം. ശരി, സമ്മതിച്ചു. ഷേരുവിനെ തന്നിട്ട് കുളം എടുത്തോ? സൂത്ര, എന്നെ താൻ ഇങ്ങേർക്ക് കൊടുക്കുകയാണോ? ഇല്ലെന്നേ, വേറൊരു സൂത്രമുണ്ട്. ഹി ഹി. ചേട്ടാ, ഒരു സംശയം. കുളത്തിലെ വെള്ളം കോരാനാ ഷേരുവിനെ തന്നത്. കുളം എൻ്റേതായ സ്ഥിതിക്ക് കുളത്തിലെ വെള്ളം കോരുന്നവനും എൻ്റെ കൂടെ വരണ്ടേ? മാത്രമല്ല, കുളമില്ലാത്ത ചേട്ടന് കുളത്തിലെ വെള്ളം കോരാൻ ആളെന്തിനാ? ശരിയാ. ഹി ഹി. അങ്ങനെ ആ മണ്ടന്റെ കുളം എനിക്ക് വെറുതെ കിട്ടി. ഇപ്പൊ മനസ്സിലായില്ലേ, തന്നേക്കാൾ വലിയ മണ്ടനാണ്. ഹലോ, ഒരു മിനിറ്റ്. ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാ. നമസ്കാരം, എൻ്റെ പേര് ബബ്ബപ്പൻ. നമസ്കാരം. അതിരിക്കട്ടെ, ഞാൻ എന്തിനാ ബബ്ബപ്പൻ ചേട്ടനെ പരിചയപ്പെടുന്നത്? ബബ്ബപ്പൻ ചേട്ടന്റെ കയ്യിൽ നിന്നാ ഞാൻ ആ കുളം വാങ്ങിയത് 2 കൊല്ലം മുമ്പ്. 1 കൊല്ലം കൊണ്ട് 350 കരിമ്പും കെട്ട് കൊടുക്കണം, അതായിരുന്നു കുളത്തിന്റെ വില. പക്ഷേ ആകെ 35 കരിമ്പും കെട്ടേ എനിക്ക് കൊടുക്കാൻ പറ്റിയുള്ളൂ. ആ, അതുകൊണ്ട് വില മുഴുവൻ കൊടുത്തില്ലെങ്കിൽ കാലത്തും വൈകിട്ടും ഓരോ തല്ല് ഞാൻ വാങ്ങണമെന്നായിരുന്നു വ്യവസ്ഥ. കുളം ഞാൻ വിറ്റ സ്ഥിതിക്ക് ഇനി സൂത്രനെ തല്ലിക്കൊള്ളാമെന്ന് ബബ്ബപ്പൻ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്തെ തല്ല് പിടിച്ചോ. കുളം വാങ്ങി തല്ല് കൊണ്ടവനാ അത്, മണ്ടൻ. ഹി ഹി. ദേ തന്നെ മണ്ടാന്ന് വിളിക്കുന്നു സൂത്ര. ഇപ്പോഴാ എനിക്കൊരു ആശ്വാസമായത്.